മാർക്കോ ഫസ്റ്റ് ഷോയ്ക്ക് കണ്ടിട്ട് ഇത് സെക്കൻഡ് ഷോയ്ക്ക് കണ്ടാലും മതി. അങ്ങനെയുള്ളപ്പോൾ മാർക്കോയ്ക്ക് അങ്ങനെ ഒരു റേറ്റിംഗ് ഉള്ള സ്ഥിതിക്ക് മോർണിംഗ് ഷോ അത് കണ്ടിട്ട് നമുക്കൊരു മാറ്റിനി പോലെ കിട്ടിയാലും മതി. അതെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ സൈക്കോ അല്ല, സൈക്കോ എന്ന് പറയണ്ട എന്ന് പറയുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പല പ്രേക്ഷകർക്ക് പല രീതിക്കായിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് ഈ സിനിമ ഇപ്പൊ ഇവിടെ കുറെ നേരം ട്രെയിലർ കണ്ടു. നിങ്ങൾ വരാൻ താമസിച്ചപ്പോൾ അത് തന്നെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. വൈകിയപ്പോഴേ കണ്ടോണ്ട് ആ കസേര എടുത്ത് അടിക്കുന്ന ഒരു സീനുണ്ടോ, അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നു എന്നുള്ള അത്തരം സീനുകൾ ചെയ്യുമ്പോൾ സുരാജേട്ടന് മനസ്സിൽ തോന്നി എന്തായാലും ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടം ഉണ്ടാവും? സിനിമയിൽ ഉടനീളം അഴിഞ്ഞാട്ടമാണ് എല്ലാ സീനും. അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു 2 മണിക്കൂർ ഫുൾ എൻഗേജിലായിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല എൻഗേജ്ഡ് ആയിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണല്ലോ. അത് നിങ്ങൾ 2 മണിക്കൂർ ഉറപ്പായിട്ട് എൻഗേജ് ചെയ്യും. സുരാജേട്ടനാണെങ്കിൽ ശരി, ലിസ്റ്റാണ് എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് ഈ സിനിമ വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പ് തന്നെ തരാം. നിങ്ങൾ ഇങ്ങനെ ഇത്തരം ഉറപ്പ് തന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഞാൻ സുരാജേട്ടനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, അത്രയും ഉറപ്പ് ഹൈദരലി അങ്ങനെയല്ല. ഇപ്പൊ ഹൈദരലിയുടെ ഇന്റർവ്യൂ, ഹൈദരലിയുടെ പെരുമാറ്റങ്ങൾ, ചോദ്യമൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നി ഇവർക്ക് ഒരു ഇടി കൊടുക്കാതെ രക്ഷയില്ലാന്ന് തോന്നൂല. പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവന്റ് പിടിച്ചൊരെണ്ണം കൊടുക്കാൻ നമുക്ക് തോന്നും. ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ, ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമ. ഞാൻ ഇവിടെ ഉണ്ട്. അല്ല, അപ്പം ഞാനും സുരാജ് ഒരേ കാറ്റഗറിയിലാണോ? അങ്ങനെയല്ല, എല്ലാ ആരും പെർഫെക്റ്റ് അല്ല. എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. അതങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് ഇത് എന്ത് സൈക്കോയുടെ ഇത് അങ്ങനെ തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ഹൈദരലി ഇന്നാല് ഡാൻസ് കാട്ടി, ഇതെല്ലാം പ്രേക്ഷകർ കാണേണ്ട വന്നില്ലേ? ഇതെല്ലാം പാട്ട് പാടുന്നു, തുള്ളുന്നു, ഇതെല്ലാം കാണികൾ കണ്ടുകൊണ്ടിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ലിസ്റ്റിലും ഒരു സൈക്കോ ഉണ്ട്. അതാണ് ഈ വേഷത്തിൽ നിർത്തിയിരിക്കുന്നത്. വേഷം ഇതിനൊന്നൊരു ഞാനിതിന്റെ ടൈറ്റിലിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാത്രമാണ് കുറച്ചുകൂടെ എക്സ്ട്രാ ഡീസന്റ്. ഇപ്പൊ ഗ്രേസ് ഒക്കെ ഇട്ടേക്കുന്നുണ്ടില്ലേ, ഇതെന്ത് പറ്റി എന്നുള്ളതാണ്. എന്തെങ്കിലും ഗ്രേസ് ശരിക്കും ഒന്ന് കോട്ടിടുന്നതുകൊണ്ട് ഈ പബ്ലിസിറ്റിക്ക് ഇതിന് തന്നെ വന്നത്. നമ്മളോട് പറഞ്ഞതാ മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത്, ഒന്ന് കോട്ടിടാലോ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ തോന്നിയത്. പിന്നെ ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ സുരാജേട്ടനെ വെച്ചിട്ടാണ് നമ്മളൊരു വലിയ റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു സംഭവം ഉള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കാം. ബാക്കിയെല്ലാം കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. അല്ലല്ല, ഈ സിനിമയുടെ ഒരു കണ്ടന്റ്, ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ കാന്താര എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ആദ്യം 4 സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ റിലീസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് 150, 250, 350 ഇവിടെ ഒരു വലിയ ഷെയർ വന്ന ഒരു സിനിമയായി. ഗ്ലോബലി അതൊരു വലിയ ഷെയർ വന്ന സിനിമയായി മാറി. അപ്പം അതൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ സിനിമകൾ നമുക്ക് അറിയാൻ പറ്റൂല്ലോ. സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത്. ഇപ്പം എല്ലാ സിനിമകളും നമ്മളിങ്ങനെ സിനിമകൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു ഭാഗമാണ് പ്രൊമോഷൻ കൊടുക്കുക, അതിൻ്റെ ഇന്റർവ്യൂസ് കൊടുക്കുക എന്നുള്ളത്. അപ്പം 1000 ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ മനസ്സിൽ എന്താണോ അപ്പോൾ ആ ഒരു ഉത്തരവായിട്ട് വരുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളോട് അങ്ങനെ ചോദിച്ചു, നമ്മൾ നമ്മുടെ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്.